പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാന്യവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എല്ലാവരോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദിനംപ്രതിയുള്ള സന്ദേശങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹവും നന്മയുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതേ, കഷ്ടത 2 പ്രാവശ്യം ഉയർന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ശബ്ദമാണ് നാം വായിച്ചു കേട്ടത്. നഹൂം പ്രവാചകൻ എഴുതുകയാണ്, അശൂരിനെ നശിപ്പിക്കുകയും അപ്പോൾ തന്നെ യഹൂദയ്ക്ക് വിടുതൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവചന ശബ്ദം, ഒരു നിവർത്തിയായ ദൈവിക പ്രമാണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിൻ്റെ മേൽ എന്നും കഷ്ടത വരുത്തുവാനും കഷ്ടതയിൽ തുടരുവാനും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്ന കഷ്ടത വീണ്ടും ആവർത്തിച്ചു വരുവാനും ദൈവം അനുവദിക്കത്തില്ല എന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. അതേ, ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടത വീണ്ടും തുടരുമെന്നും വീണ്ടും അതിൽ തന്നെ അവസാനിക്കുമെന്നുമെന്നൊക്കെ ശത്രുവായവൻ പലപ്പോഴും വെല്ലുവിളിക്കുകയും വിധി എഴുതുകയും ചെയ്യുമ്പോൾ, ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, കഷ്ടത 2 പ്രാവശ്യം ഉയർന്നു വരികയില്ല. ദൈവത്തിന് സ്തോത്രം. അശൂരിനെ നശിപ്പിക്കുകയാണ്. എന്നാൽ യഹൂദയുടെ മുകളിൽ വലിയ മുഖം വെച്ച് യഹൂദയെ ഒതുക്കി, യഹൂദയെ ഉയരാൻ കഴിയാതെ വണ്ണം അശൂര് ഒതുക്കിയിട്ട സാഹചര്യത്തിനകത്തുനിന്ന് അശൂരിനോട് പറയുകയാണ്, അശൂരിനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ജനത്തിന്, യഹൂദയ്ക്ക് ഞാൻ വിടുതൽ പകരുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. അങ്ങനെയെങ്കിൽ സ്തുതിക്കുന്നവനെ കൈവിടാതെ, സ്തുതിക്കുന്നവൻ്റെ മുകളിൽ വെച്ച് കെട്ടിയ നുകത്തെ ഒടിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം. എന്നാൽ സ്തുതിക്കുന്നവൻ്റെ മുകളിൽ കെട്ടിവെച്ച നുകത്തെ എങ്ങനെ തകർക്കുമെന്നുള്ളത് വളരെ വ്യക്തതയോടെ ദൈവവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-3 വായിക്കുമ്പോൾ കാണുന്നു, യഹോവ മഹാശക്തിയുള്ളവൻ, അവൻ ശിക്ഷിക്കാതെ വിടത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, നാളിതുവരെ നമ്മുടെ മേൽ കെട്ടിവെച്ച നുഖങ്ങളെ, അശൂരിൻ്റെ നുഖങ്ങളെ, കഷ്ടതയുടെ നുഖങ്ങളെ, ഇവൻ ഇനി ഉയരരുത്, ഇവൻ ഇനി ഇവൻ്റെ കുടുംബത്തിനകത്ത് ഉയരരുത്, ഇവൻ ആ ദേശത്ത് ഉയരരുത് എന്ന് പറഞ്ഞ ചില നുഖങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ്, ഞാൻ അതിനെ എന്ത് ചെയ്യും? ശിക്ഷിക്കാതെ വിടത്തില്ല. അടുത്തത് പറയാണ്, എങ്ങനെയാണ് ശിക്ഷ നടത്തുന്നത്? കർത്താവിൻ്റെ മഹത്വം. 1:8 പറയുന്നു, കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട്. ദൈവസ്ഥ 2, അവൻ അതിൻ്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും. അടുത്തത് പറയുക, ഉണങ്ങിയ താളടി പോലെ അതിനെ തീക്ക് ഇരയാക്കി തീർക്കും. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെ സ്നേഹിതന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, മാതാവേ, പിതാവേ, ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. കഷ്ടത 2 പ്രാവശ്യം ഉയർന്നു വരാൻ ദൈവം അനുവദിക്കത്തില്ല എന്നേ. ശത്രു പറയും, നീ ഇതോടെ അവസാനിച്ചു എന്ന്. ശത്രു പറയും, നിന്റെ മേൽ ഞാൻ കെട്ടിവെച്ച നുകം ഇനിയും അവിടെ ഇരുന്ന് നീ തകരത്തെയുള്ളെന്ന്. എന്നാൽ പരിശുദ്ധാത്മ പറയുക, കഷ്ടത സ്തുതിക്കുന്നവൻ്റെ മേൽ നിന്ന് കഷ്ടതയെ എടുത്തു മാറ്റി അവൻ്റെ മേൽ കഷ്ടത വെച്ചവനെ ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് പറയുമ്പോൾ, ചില കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, സ്തോത്രം, ആത്മാവിൽ പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാളിതുവരെ അനുഭവിച്ച ചില കഷ്ടതയ്ക്ക് അറുതി വരാൻ തുടങ്ങുന്നു. നാളിതുവരെ ഫേസ് ചെയ്ത കഷ്ടതകൾക്ക് ദൈവം ഒരു മുടിവ് വരുത്താൻ ആഗ്രഹിക്കുന്നു. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഹൂദയുമായി ബന്ധപ്പെട്ട്
ദൈവം അടുത്ത ദൂത് കൈമാറുകയാണ്, ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനി നിന്നെ താഴ്ത്തതില്ല. ഇതൊരു പ്രവചന ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ. 1-ാം അധ്യായം നഹൂം പ്രവചനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ യഹൂദയോട് പറയുക, നിന്റെ മേൽ വെച്ചിരിക്കുന്ന നുകങ്ങളെ ഞാൻ ഒടിക്കും, എന്നാൽ നാളിതുവരെ നിന്നെ ഞാൻ താഴ്ത്തിയെങ്കിലും ഇനി ഞാൻ നിന്നെ താഴ്ത്തത്തില്ല. കാരണം അവൻ ഇനിയും നിനക്ക് ഉയർച്ചയുടെ കാലഘട്ടം വെളിപ്പെടും. ഇനി നീ താഴ്ച അനുഭവിക്കത്തില്ല. അടുത്തത് 13-ാമത്തെ വാക്യത്തിൽ പറയാ, ആമേൻ, ആ അശൂരിന്റെ നുകം നിന്റെ മേൽ നിന്ന് ഞാൻ ഓടിച്ചു കളയും. അടുത്ത പദം 13-ൽ തന്നെ അടുത്തത് പറയാ, നിന്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്തു കളയുവാനിടയായിത്തീരും. അതേ, ദൈവത്തിന്റെ അസാധാരണമായ ഒരു പ്രോമിസാണ്. ഇന്ന് പകൽ ഈ വചനത്തെ ഒന്ന് ഏറ്റെടുക്കുകയും ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കുകയും ചെയ്യുക. നാളിതുവരെ അശൂർ കൊണ്ടുവച്ച ചില നുഖങ്ങളെ ഒടിച്ചു കളഞ്ഞിട്ട്, ബന്ധനങ്ങളെ ആമ്യസ്തോത്ര എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന മണിക്കൂറുകളാണെന്ന് ആമ്യസ്തോത്ര വിശ്വസിച്ച് വിശ്വാസത്താൽ ആമേൻ പറയാൻ തയ്യാറാകുക. ദൈവത്തിന് സ്തോത്രം. എക്കാലവും ദൈവകൽപ്പന ആമ്യസ്തോത്രം ലംഘിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവകൽപ്പന ലംഘിക്ക അശൂരിനെ ശിക്ഷിക്കുകയാണ് ദൈവം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ സ്തുതിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യാൻ ശത്രു ഒരുക്കിയ സകല പദ്ധതികളെയും ദൈവം തകർക്കുകയാണ് കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട്. ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ടൈഗ്രീസ് നദി കവിഞ്ഞൊഴുകി മതിലിന്റെ ചുവട്ടിലേക്ക് ഒഴുകുകയാണ്. ആമേൻ, ദൈവജനത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ സ്തുതിക്കുന്നവനെ ആമേൻ തടഞ്ഞു നിർത്തിയ, സ്തുതിക്കുന്നവനെ ഒതുക്കി കളഞ്ഞ അവിടുത്തെ നഗര മതിലിന് 100 അടി പൊക്കവും 150 അടി വീതിയും 60 അടി താഴ്ചയുമുണ്ട്. എന്നാൽ അവിടെ മനസ്സിലാക്കണം, ദൈവം ആമേൻ സർവശക്തനും ദൈവം അത്യുന്നതനുമാണ്. എത്ര ഉയർന്ന മതില് പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ കെട്ടിയാലും സ്തുതിക്കുന്നവന്റെ മുന്നിൽ കെട്ടിയാലും ആമേൻ ദൈവം അതിനെ തകർക്കും. ഇങ്ങനെയാണ് പറയുന്നത്, ടൈഗ്രീസ് നദി കവിഞ്ഞ് മതിലിന്റെ ചുവട്ടിലേക്ക് ഒഴുകുകയും വെയിലിൽ ഉണങ്ങിയെടുത്ത ആമേൻ മൺകട്ടകൾ വെള്ളത്തിൽ കുതിർന്ന് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. നാളിതുവരെ കഷ്ടതയിലാഴ്ത്തിയ, പ്രതിസന്ധിയിലാഴ്ത്തിയ, ബുദ്ധിമുട്ടിനകത്തേക്ക് തള്ളിവിട്ട, നിന്നെ ഒരിക്കലും വിടത്തില്ലെന്ന് പറഞ്ഞ, നിന്റെ കുടുംബത്തെ ഇനി ഞാൻ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ, തലമുറയെ നന്മ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ, തലമുറയുടെ നന്മയെ ആമെ തടഞ്ഞു വെച്ച അശൂരിന്റെ പ്രവർത്തന മേഖലകളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്നു പകൽ പറയുകയാണ്, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, നിന്റെ മേലുള്ള നുകത്തെ ഞാൻ ഒടിച്ചു കളയും. അശൂരെ, സ്തുതിക്കുന്നവനെ തോൽപ്പിക്കാൻ, സ്തുതിക്കുന്നവനെ തകർക്കാൻ എന്നും ഞാൻ അനുവദിക്കത്തില്ല. സ്തുതിക്കുന്നവനെ മുടിച്ചു കളയാൻ എന്നും ഞാൻ അനുവദിക്കത്തില്ല. അവൻ തകർന്നു നീ വിധി എഴുതിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി സ്തുതിക്കുന്നവന്റെ മേൽ ചലിക്കുവാനുള്ളതായിത്തീരും. എത്ര പേർ ഏറ്റെടുത്ത് ഈ വചനത്തിന് ആമേൻ പറയാൻ തയ്യാറാകും? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട് സ്തുതിക്കുന്നവന്റെ മേൽ കെട്ടിവെച്ച നുകത്തെ ഒടിച്ചു കളയാനും തകർത്ത് കളയാനും ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്കകത്ത് വരും മണിക്കൂറുകളിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കുമെന്ന് ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങണം. ദൈവത്തിന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദം ഇതാണ്. അവൻ പറയുകയാണ്, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നലെ അനുഭവിച്ച കഷ്ടത ഇനിയും അനുഭവിക്കാൻ, ഇന്നലകളിൽ അങ്ങ് ആ മിഷ്ടോത്രം കൊണ്ടു നടന്ന ആ ഭാരം, ആ പ്രയാസം, ആ ദുഃഖം, ആ രോഗം ഇനിയും ഒന്നുകൂടെ ഉയർന്നു വന്ന് അങ്ങെ താളടിയാക്കാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുമെന്ന് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, ഈ വചനത്തെ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങൾക്ക് എന്ന പ്രോമിസ് ഇതാണ്, കഷ്ടത 2 പ്രാവശ്യം ഉയർന്നു വരത്തില്ല. അതേ, ഇന്നലെ കണ്ട മിസ്രൈമിനെ ഇനി കാണത്തില്ലെന്ന് ദൈവജനത്തോട് പറഞ്ഞെങ്കിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടത ഇനിയും അതിൽ തുടരാനും, ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടത ഇനിയും അത് ഉയർന്നു വരാനും ദൈവം അനുവദിക്കത്തില്ല. അതിനെ താളടിയാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയബോധ്യത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തിന് ആമേൻ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.